മാതാപിതാക്കളൊക്കെ കുറേ പഠിത്തവും പണമൊക്കെയുള്ള ആൾക്കാരായപ്പോഴത്തേക്ക് വന്ന വലിയൊരു സാമൂഹിക മാറ്റം അധ്യാപകരെയൊക്കെ വളരെ ചീപ്പായിട്ടാണ് പല പേരൻസും കാണുന്നത്. അധ്യാപകരെക്കുറിച്ചൊക്കെ വളരെ മോശമായ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ മുമ്പിൽ തന്നെ പറയുക, അധ്യാപകരെയൊക്കെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത് വലിയൊരു അതിലൂടെയൊക്കെ അവരെന്തോ വലുതാണെന്നൊക്കെ കാണിക്കാൻ ശ്രമിക്കുക. ഇതിന് വലിയൊരു കൗണ്ടർ പ്രൊഡക്റ്റീവ് ഇഫക്റ്റ് ഉണ്ട്. കാരണം നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ബഹുമാനിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കളും അത്തരം അധ്യാപകരെ ബഹുമാനിക്കത്തില്ല. അപ്പം നിങ്ങളുടെ മക്കൾ അധ്യാപകരെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആദ്യം അധ്യാപകരെ ബഹുമാനിക്കണം. മാത്രമല്ല, ഒരു കാര്യം കൂടി ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് അധ്യാപകരെ ബഹുമാനിക്കാത്ത മക്കൾ നാളെ നിങ്ങൾക്കെതിരെയും ആയുധമെടുക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇത് വളരെ പ്രധാനമായിട്ട് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് സമൂഹത്തിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു ഹൈറാർക്കി നിലനിർത്തുന്നത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഗുരുക്കന്മാർ റെസ്പെക്റ്റ് ചെയ്യപ്പെടണം. ഇന്ന് അതിനെതിരെയൊക്കെയുള്ള പല ചിന്താഗതികളൊക്കെ പുരോഗമനമെന്ന നിലയിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊരു കെയോസിലേക്ക് നയിക്കുകയുള്ളൂ. അധ്യാപകർ ഉയർന്നു നിൽക്കണം. അധ്യാപകർ ഉയർന്നു നിൽക്കണമെങ്കിൽ അവർക്ക് വളരെ സന്തോഷത്തോടെ അവരുടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹം അവർക്ക് ചുറ്റും ഉണ്ടാകണം. അത് സ്റ്റുഡൻസ് മാത്രമല്ല, പേരൻസ് മാത്രമല്ല, സൊസൈറ്റി പോലും അധ്യാപകരെ മാനിച്ചാൽ മാത്രമേ അവരെ ഹാപ്പി ആയിട്ടും അവരെൻജോയ് ചെയ്തും അവരുടെ ജോലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവരെൻജോയ് ചെയ്തും ഹാപ്പി ആയിട്ടും ജോലി ചെയ്യുമ്പോൾ മാത്രമാണ് സമൂഹത്തിൽ ഒരു റിയൽ പോസിറ്റീവ് ട്രാൻസിഷൻ ഉണ്ടാകുന്നത്.